നമുക്കെല്ലാം അറിയുന്ന കാര്യമല്ലേ. 1948 മുതൽ 2 പലസ്തീനും അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഇസ്രയേലുമായി 2 രാജ്യങ്ങളായി തുടർന്നുള്ളൂ. എന്നാൽ ഈ തമ്മിൽ നിൽക്കും. തമ്മിൽ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? മതപരമായിട്ടുള്ള സ്പർദ്ധയാണ്, വേറെ ഒന്നുമല്ല അത്. 1987 കേരം തിങ്ങും കേരള നാട് KR ഗൗരി ഭരിക്കട്ടെ എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് അന്ന് മത്സരിക്കുക പോലും ചെയ്യാത്ത ശ്രീമാൻ നായനാരെ കൊണ്ടുവന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കി ഗൗരി അമ്മയെ പടിയടച്ച സ്ത്രീകളെ കാണുമ്പോഴുണ്ടാകുന്ന സന്തോഷം ഞങ്ങൾ തുറന്നങ്ങ് സംസാരിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല എന്നൊരു മുൻകൂർ ജാമ്യത്തോടെ തന്നെ തുടങ്ങട്ടെ. ശ്രീമതി KK ശൈലജ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ അവസരം കിട്ടിയാൽ താങ്കൾ എടുക്കുന്ന ആദ്യത്തെ തീരുമാനം എന്തായിരിക്കും? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനം ഏറ്റെടുക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുക, സങ്കല്പിക്കുക നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ മന്ത്രി ആയിരുന്നപ്പോൾ എന്ത് ചെയ്തു, MLA ആയിരുന്നപ്പോൾ എന്ത് ചെയ്തു, അതുപോലെയാണ് ഒരു സ്ഥാനത്തെത്തുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നത്. ചോദ്യം സാങ്കല്പികമാണ് എങ്കിലും സ്ത്രീകൾ മുഖ്യമന്ത്രിയായല്ല, ഒരു സ്ത്രീ മുഖ്യമന്ത്രിയായി പദത്തിലെത്തിയാൽ ഒരുപക്ഷെ സ്ത്രീക്ക് ഒരു മാതൃകകളില്ല. സ്ത്രീകൾ എങ്ങനെ ആ സ്ഥാനത്തെത്തിയാൽ എന്താണ് ചെയ്യുക എന്നതിനെ സംബന്ധിച്ച് മറ്റു മാതൃകകളില്ല. കേട്ടോ. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, മുഖ്യമന്ത്രിയാകാൻ ഒരു അവസരം കിട്ടിയാൽ താങ്കൾ എടുക്കുന്ന ആദ്യത്തെ തീരുമാനം എന്തായിരിക്കും? അത്തരത്തിൽ ഒരു കസേര ഒരു ദിവസമെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒരു ജനസഭ വിളിച്ചു ചേർത്തുകൊണ്ട് എങ്ങനെ കേരളത്തെ നമുക്ക് കുറെ കൂടുതൽ നന്നായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ചോദ്യവും ആ ജനസഭയിൽ ഇരിക്കുന്ന ആളുകൾ അവരുടെ കഴിവും പ്രാപ്തിയും അനുസരിച്ചുകൊണ്ട് നമ്മളെ മോൾഡ് ചെയ്താൽ എന്താണ് കുഴപ്പം? ഇന്ന് നമ്മുടെ നാട്ടില് മയക്കുമരുന്ന് വളരെയധികം വർദ്ധിക്കുന്നു. കുട്ടികൾ പോലും അതിലേക്ക് വരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഷാനി എന്നോട് ഒരു 10 ദിവസം ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കസേര തന്നാലോ എന്നുള്ള ചോദ്യം കേൾക്കാനാണ് എനിക്കിഷ്ടം. അതായത് ആ മയക്കുമരുന്നിന്റെ വലിയ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള ആ ഒരു ചിന്തയും എന്റെ മനസ്സിനകത്തുണ്ട് എന്നുള്ളതാണ്. ഞങ്ങളെല്ലാം പലപ്പോഴും പറയുന്ന പരാതി ഞങ്ങളുടെ ഈ ടാക്സ് ഷെയർ നമുക്ക് സ്റ്റേറ്റിന് കിട്ടുന്നത് പോരാന്നുള്ളതാണ്. അത് നേരിട്ട് മന്ത്രിസഭയിൽ കുറച്ചുനാൾ പങ്കാളിയായതുകൊണ്ട് എനിക്കതിൻ്റെ അനുഭവമുണ്ട്. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എൻ്റെ ഹെൽത്ത് സെക്ടറിന് കിട്ടുന്ന ഷെയർ പോരാ. അപ്പോൾ ഈ സംസ്ഥാന സർക്കാരിനോട് ഒരുപാട് വാശി പിടിച്ചിട്ട് കാര്യമില്ല. കാരണം സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് അത് ഏത് പാർട്ടി ഭരിക്കുമ്പോഴും അവിടെ ആ കിട്ടുന്ന ഷെയർ ഉപയോഗിച്ച് കേരളത്തിൻ്റെ നാനാവിധമായ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, നമ്മളിപ്പോൾ 33% വനിതാ സംവരണം കൊണ്ടുവരികയാണ്. 2029 അത് യാഥാർത്ഥ്യമാകും എന്ന് പറയുന്നു. ചരിത്രപരമാണ്, ഒക്കെ ശരിയാണ്. ശരിക്കും നമ്മൾ സ്ത്രീകൾ അർഹിക്കുന്നത് എത്ര ശതമാനം പ്രാതിനിധ്യമാണ്? സംവരണമല്ല ഞാൻ ചോദിക്കുന്നത്, നമ്മൾ അർഹിക്കുന്ന എത്രമാത്രം പ്രാതിനിധ്യമാണ്? എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, നമ്മൾ ഇന്ന് സാമ്പത്തിക മേഖലയിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുകയാണ്, ഞാൻ 5ാമത്തെ സാമ്പത്തിക ശക്തി എന്നുള്ള രീതിയിൽ നിന്ന് 3ാമത്തെ സാമ്പത്തിക ശക്തിയിലേക്ക് ഈ രാജ്യത്തെ എത്തിക്കും എന്ന് പറയുന്നതോടൊപ്പം തന്നെ പ്രാവർത്തികമാക്കേണ്ട ഏറ്റവും വലിയ ഡ്യൂട്ടിയാണ് വനിതാ സംവരണം എന്നുള്ളത്. ഈ വനിതാ സംവരണത്തിൽ 33% എന്നുള്ളത് അദ്ദേഹം ഇവിടെ തീരുമാനമെടുത്തപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ടുള്ള പുരുഷന്മാരുടെ ചുമലിൽ ഏൽപ്പിച്ചിട്ടുള്ള വലിയ ഒരു ഭാരം തന്നെയാണ്. ഉൾപ്പെടെ നിന്റെ എല്ലാത്തിലും കയറി തലയിടുന്ന വൃത്തിയുടെ സ്വഭാവം ഉണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കോണം. നേരത്തെ ഞങ്ങൾ ബാക്ക് സ്റ്റേജിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശൈല ടീച്ചർ പറയായിരുന്നു, ജയ ജയ ഹേ സിനിമ കണ്ടു, ബേസിലിനെ അതിനകത്ത് ചവിട്ടി തൊഴിക്കുന്ന ഒരു സീനുണ്ടല്ലോ. അത് സത്യം പറഞ്ഞാൽ കേരളത്തിലെ പുരുഷാധികാരത്തിന് നേരെ, കേരളത്തിലെ എന്ന് ഞാൻ പറയുന്നില്ല, പുരുഷാധികാരത്തിന് നേരെയുള്ള ഒരു ചവിട്ടാണത്. കേരള രാഷ്ട്രീയത്തിൽ എപ്പോഴെങ്കിലും ടീച്ചർക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഒരു ചവിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന് ആവശ്യമുണ്ട് എന്ന്? എന്തോ ഉള്ളി വെച്ച് സംസാരിക്കണ പോലെ. ഇല്ല, ഒന്നുമില്ല. ശോഭാ സുരേന്ദ്രൻ, അത്തരത്തിൽ അതായത് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾക്ക് നമ്മൾ എപ്പോഴും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഞങ്ങൾ വളരെ കടപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് ഈ അവസരങ്ങൾ തന്നതിന് വളരെ നന്ദിയുണ്ട്, ഞങ്ങൾ ഇതിൽ കൂടുതലൊന്നും ആഗ്രഹിക്കില്ല, ഒന്നും ചോദിക്കില്ല, എപ്പോഴും കടപ്പെട്ടവരായിരിക്കണം. അതിനപ്പുറത്തേക്ക് നിങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ എവിടെ വരെ ആകാം എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നൊരു ചിന്ത രാഷ്ട്രീയ നേതൃത്വത്തിലും ഇല്ലേ? താങ്കൾക്ക് അത് അനുഭവമില്ലേ? അതറിയാഞ്ഞിട്ട് നിനക്ക് ഇരിക്കപ്പുറതേ ഇല്ല അല്ലേടി കാന്താരി. നേരത്തെ ഷാനി പറഞ്ഞില്ലേ, അതായത് നന്ദി പറയുക എന്നുള്ളത്. ഞാനൊക്കെ നന്ദി പറയുന്നത് ആരോടാണെന്ന് അറിയുമോ?
ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഒരു കുഗ്രാമത്തിൽ ജനിച്ച് പട്ടിണി കിടന്ന് ദുരിതമനുഭവിച്ച് പൊതുസമൂഹത്തിലേക്ക് കടന്നു വന്ന സമയത്ത് എന്നേക്കാൾ കൂടുതൽ കഴിവുള്ളവർ നിരവധി പേർ നിരവധി രംഗങ്ങളിൽ ഉണ്ടായിട്ടും എൻ്റെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് എൻ്റെ പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഒരു സ്ത്രീ ആയിട്ട് കണക്കാക്കാതെ ഒരു പുരുഷന് തുല്യമായിട്ട് കണക്കാക്കിക്കൊണ്ട് അവർ പിടിച്ച കൊടിയും അവർ വിളിച്ച മുദ്രാവാക്യവും അതിനെ കൂടുതൽ ആ പ്രവർത്തകരെ വേദനിപ്പിക്കണ്ട എന്ന് കരുതിക്കൊണ്ട് ചില ഘട്ടങ്ങളിൽ ലക്ഷ്മണരേഖ വരയ്ക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ പറ്റില്ല എന്നുള്ളതാണ്. അതായത് സ്ത്രീ, അമ്മ, സഹോദരി, അവൾ തന്നെയാണ് ഈ സമൂഹത്തെ നയിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ ശോഭ പറയുമ്പം ഈ രാജ്യത്തെ 5ാമത്തെ ശക്തിയിൽ നിന്നും 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് വളർത്തിയെടുക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. വളർത്താൻ അദ്ദേഹം പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രമിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ കാണേണ്ടത് ഒരു രാജ്യത്തെ സാമ്പത്തിക വളർച്ച അത് വലിയ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളുടെ കയ്യിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമ്പത്തിന്റെ കണക്ക് വെച്ചിട്ട് ലോകത്തിലെ വൻ ശക്തിയാണെന്ന് പറയുകയല്ല വേണ്ടത്. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരുടെ അവസ്ഥ എന്താ? നമ്മുടെ ഉത്തരേന്ത്യയിലൊക്കെ 100 പേരെ എടുത്താൽ 30 പേര് എക്സ്ട്രീം പ്രോവർട്ടിയിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള അതിദരിദ്രരായിട്ടുള്ള ഒരു ജനതയടങ്ങിയ ഒരു രാജ്യം സാമ്പത്തികമായിട്ട് കുറച്ച് മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളും ആ മേഖലയിൽ വളർച്ചയുണ്ടായി എന്ന് പറഞ്ഞാൽ അത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കുക? നിനക്കിപ്പോ പ്രശ്നം എന്താണ്? ഞാൻ പറഞ്ഞത് എന്താ, പലസ്തീനെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത്. കാരണം നമുക്കെല്ലാം അറിയുന്ന കാര്യമല്ലേ, 1948 മുതൽ 2 പലസ്തീനും അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഇസ്രയേലുമായി 2 രാജ്യങ്ങളായി തുടർന്നുള്ളൂ. എന്നാൽ ഈ തമ്മിൽ തല്ല് നിൽക്കും. തമ്മിൽ തല്ല് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? മതപരമായിട്ടുള്ള സ്പർദ്ധയാണ്, വേറെ ഒന്നുമല്ല അത്. തമ്മിൽ തല്ല് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? മതപരമായിട്ടുള്ള സ്പർദ്ധയാണ്, വേറെ ഒന്നുമല്ല അത്. അതിന് പക്ഷേ ചരിത്രപരമായ പശ്ചാത്തലം കൂടി ഉണ്ടല്ലോ. മതപരം മാത്രമാണോ അത്? എങ്ങനെ മതപരം മാത്രമാണോ? അതിനകത്ത് അത്തരത്തിലുള്ളൊരു വികാരമുണ്ട്. അല്ലെങ്കിൽ ജൂതന്മാരെ അവിടെ താമസിപ്പിക്കാൻ അറബികൾ അവിടെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ജൂതന്മാരും ചിന്തിക്കുന്നതാണെങ്കിൽ ഈ പ്രശ്നം വരില്ല. മതപരം മാത്രമല്ല, അതിൻ്റെ പിന്നിൽ ഈ സാമ്രാജ്യത്വ ശക്തികളുടെ ഇടപെടലൊക്കെ ഉണ്ട്. ഇസ്രയേലിനെ ആരാണ് സഹായിക്കുന്നതൊക്കെ നമുക്കറിയാം. അത് പറയുമ്പോഴും ഇസ്രയേലിൻ്റെ സിവിലിയൻ മേഖലയിൽ അന്ന് ഹമാസ് നടത്തിയിട്ടുള്ള അക്രമവും അതിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകളും കുട്ടികളും അനുഭവിച്ച പ്രയാസങ്ങളും ഉണ്ട്. ആ പ്രയാസങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. ഇത്രയും ധൈര്യം ഞാൻ എൻ്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. തുടർന്ന് പറഞ്ഞു, ഈ അതേ ദുരിതമാണ് വർഷങ്ങളായിട്ട് പലസ്തീൻ ജനത അനുഭവിക്കുന്നത്. പെട്ടെന്ന് അത് പറഞ്ഞപ്പോൾ ഹമാസ് അങ്ങനെ ഭീകരപ്രവർത്തനം നടത്തുന്നവരാണെന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു എന്നൊരു ബോധമുണ്ടായി. മറ്റേ കൂട്ടർക്ക് തോന്നിയത് എന്താ, ടീച്ചർ ഹമാസിനെതിരായിട്ട് നന്നായിട്ട് പറഞ്ഞു എന്ന് തോന്നി. അങ്ങനെയല്ലല്ലോ വേണ്ടത്. അതിക്രമത്തിന് പ്രശ്നങ്ങളുടെ ന്യായാന്യായത വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നത്. പക്ഷേ ടീച്ചറുടെ പാർട്ടിക്ക് ഹമാസ് ഒരു ഭീകര സംഘടനയാണ്, അല്ലെങ്കിൽ അവിടെ നടന്ന ഒരു ഭീകര പ്രവർത്തനമാണെന്നുള്ള നിലപാടില്ല. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. പാർട്ടിക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട്. ഹമാസ് കാണിക്കുന്ന അതേ ഭീകരത ഇസ്രയേൽ കാണിച്ചാൽ അതും ഭീകരതയാണ്. എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. ഭീകരത ആരും കാണിക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആരാണോ ഭീകരത കാണിക്കുന്നത്, ആരാണോ ഇപ്പം യുദ്ധ തടവുകാരായിട്ട് ഹമാസ് മാത്രമല്ല, യുദ്ധ തടവുകാരായിട്ട് അറബികളെ ഇസ്രയേലികൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവിടെ ആയിരക്കണക്കിന് ആളുകളെ യുദ്ധ തടവുകാരായി വെച്ചിരിക്കുകയാണ്. ഇപ്പുറത്ത് ഹമാസ് ഇസ്രായേലികളെ യുദ്ധ തടവുകാരായി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ടീച്ചർ ഇപ്പോഴും അതേ നിലപാടിൽ ഉറച്ചു? ഞാൻ ഇപ്പോഴും പലസ്തീൻ ജനതയ്ക്ക് അവരുടെ അവകാശം സ്ഥാപിച്ചു കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ കൂടെയാണ്. എന്നാൽ ഈ സ്ത്രീകളെയും കുട്ടികളെയും വെച്ചിട്ട് വിലപേശുന്നത് ആരായാലും അത് ശരിയല്ല എന്ന അഭിപ്രായവും അതുതന്നെയാണ്. ഇപ്പോൾ കേരള നിയമസഭയിലെ പ്രാതിനിധ്യം നോക്കിയാൽ ഇടതുപക്ഷമാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് മതിയായി എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. 1987 കേരം തെങ്ങും കേരള നാട് KR ഗൗരി ഭരിക്കട്ടെ എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് അന്ന് മത്സരിക്കുക പോലും ചെയ്യാത്ത ശ്രീമാൻ നായനാരെ കൊണ്ടുവന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കി ഗൗരി അമ്മയെ പടിയടച്ച് തട്ടിപ്പാണല്ലേ. അങ്ങനെ നായനാരെ പിന്നീട് മത്സരിപ്പിച്ച് ആ ഗൗരി അമ്മ അന്ന് മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഈ ചർച്ച ഇന്ന് കേരള നിയമസഭയ്ക്കകത്ത് ഒരു 40% സ്ത്രീകൾ അവർ സ്വമേധയ ഏതു പാർട്ടിയിൽ നിന്നും വന്നിരിക്കുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഗൗരിയമ്മ അന്ന് സഖാവായിരുന്നു. നന്നായിട്ടുണ്ട്. പോട്ടെ അമ്പിമോനെ പോട്ടറ സാറേ, ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ.